അങ്ങനെ തണുപ്പാണ്. 5 ഡിഗ്രി ആയിരുന്നു ഇവിടെ. ആക്ച്വലി ബാക്കിയുള്ള സമയത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി തണുപ്പ് കുറവുണ്ട്. ഇന്ന് നല്ല വിൻഡിയാണ്. കണ്ണ് നിറഞ്ഞിരിക്കുന്നുണ്ട്. ഈ തണുപ്പ് വരുമ്പോൾ ഭയങ്കരമായിട്ട് കണ്ണ് നിറയുവേ. ഇപ്പം നമ്മൾ ലൈബ്രറിയിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി. എനിക്ക് അവിടുന്ന് ട്രാം എടുത്തിട്ട് പിന്നെ ഒരു സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം അവിടുന്ന് ട്രെയിൻ എടുത്താൽ മതി. അപ്പം നമ്മുടെ സ്ഥലത്തെത്തും. ഇവിടുത്തെ അത്യാവശ്യം ഒരു വലിയ ലൈബ്രറിയാണ് ഞാൻ പോകുന്നത്. സ്റ്റാർട്ട് ബിബ്ലിയോതെക്ക് ബെർലിനിലെ ലൈബ്രറിയാണ്. ഇവിടെ ഇഷ്ടംപോലെ ലൈബ്രറീസ് ഉണ്ട് കേട്ടോ. പക്ഷേ ആ ഒരു ലൈബ്രറി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഭയങ്കര ഫീലാണ്. പഠിക്കാൻ ഭയങ്കര ഒരു മോട്ടിവേഷൻ തരുന്ന സ്ഥലമാണ് കേട്ടോ. പ്ലാൻ ചെയ്യാനും എല്ലാം. ഓ എന്നാണോ ഇന്ന് വൈകിട്ടൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. സർപ്രൈസ് ഞാൻ കാണിക്കാവേ. അയ്യോ എനിക്ക് ഭയങ്കര എക്സൈറ്റഡാ. ഒരു സർപ്രൈസ് വരാൻ വേണ്ടി സർപ്രൈസ് വരുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുണ്ടോ ട്രാം. ഞാനിപ്പോൾ ഇവിടെ ഇതിൽ നിൽക്കുക. ക്രോസ് ചെയ്യണം. നമ്മളിവിടെ പ്രസ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് ഇതാക്കും. അങ്ങനെ അപ്പോൾ ഞാൻ ലൈബ്രറിയിൽ ചെന്നിട്ട് കാണാം ഗൈസ്. ട്രാം എത്തി. ഇനി നമുക്ക് ട്രാം ഗൈസ്. ടി വി ടവർ കാണാവോ? കണ്ടോ? അലക്സാണ്ടർ പ്ലാറ്റ്സിലെ ടി വി ടവർ. അത് നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. അങ്ങനെ ഞാനിവിടെ ബോഹോമസ് സ്ട്രാസിലെത്തി. പക്ഷേ ട്രെയിൻ വരാനൊരു 4 മിനിറ്റ് കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തു കുറച്ച് സംസാരിക്കാമെന്ന്. അപ്പോൾ ക്യാമറ നോക്കി സംസാരിച്ച് വലിയ ശീലമൊന്നുമില്ല എനിക്ക് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പ്ലാൻ പറയാമേ. നമ്മളിന്ന് ചെല്ലുന്നു, ലൈബ്രറിയിൽ ചെല്ലുന്നു, അസൈൻമെൻറ്റ്സ് എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കണം ഈ വർഷത്തേക്കുള്ള. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കുട്ടി ഷോപ്പിങ്ങിന് പോകണം. എൻ്റെ സർപ്രൈസ് വരുവാണിന്ന്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് കുട്ടി ഷോപ്പിങ്ങിന് പോകണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സർപ്രൈസ് കാണാൻ പോകാം. ഓക്കെ, ഇതാണ് ഇന്നത്തെ പ്ലാൻ. അപ്പം എൻ്റെ ട്രെയിൻ ഇനി 4 മിനിറ്റ് കൂടെ ഉണ്ട്. ഞാനിവിടെ സ്റ്റേഷനിൽ വന്നിരിക്കാം. ഭയങ്കര കാറ്റാണ്, എനിക്ക് സഹിക്കാൻ വയ്യ. പക്ഷേ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് സണ്ണ് വന്നിട്ടുണ്ട്. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, വന്നിട്ടുണ്ട് സണ്ണ്. പക്ഷേ എന്നെ കുഴപ്പമെന്ന് വെച്ചാൽ എനിക്ക് നല്ല തണുപ്പും സണ്ണും കൂടി വരുമ്പോൾ എനിക്ക് തലവേദന എടുക്കും. ഭയങ്കരമായിട്ട് തലവേദന എടുക്കും. ചൂട് എനിക്ക് പറ്റുന്നില്ല. തണുപ്പ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഒത്തിരി തണുപ്പ് പറ്റത്തില്ല. ഇപ്പോൾ എത്ര 5 ഡിഗ്രി എങ്ങാണ്ട. നല്ല ഭംഗിയാണ് സണ്ണ് കാണാൻ. ഓ നല്ല ഭംഗിയാണ്, എനിക്കറിയാം. പക്ഷെ കുറേ കാലം കൂടി സൂര്യനെ കാണുമ്പോൾ ഒരു സന്തോഷം. നമുക്ക് ട്രെയിൻ വെയിറ്റ് ചെയ്യാം. ഇനി ഞാൻ വിപുലത്തൊക്കെ ചെന്നിട്ട് കാണാം. തണുക്കുവാ എനിക്ക് അപ്പടി. ട്രെയിൻ ഇഴഞ്ഞ് വരുന്നുണ്ട്. എന്തൊരു സ്ലോയിലാണോ ഭർത്താവേ വരുന്നത്. ഓക്കെ, നമ്മുടെ ലൈബ്രറി എത്തി കേട്ടോ. ലൈബ്രറി നമുക്ക് ലോക്കറുണ്ട് കേട്ടോ. ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ലോക്കർ നമ്മുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് ലോക്ക് ചെയ്ത് വെക്കാം. പിന്നെ അവിടുന്ന് ബാസ്ക്കറ്റ് എടുത്ത് നമ്മുടെ ലാപ്പും ബുക്കും നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പോയിരിക്കാം. അങ്ങനെ ഞാൻ ഒരു സീറ്റിൽ വന്നിരുന്നു. നമുക്കിവിടെ സ്വന്തമായിട്ട് ടേബിൾ ലാമ്പും ഒരു ഭയങ്കര പഠിക്കുന്നൊരു അറ്റ്മോസ്ഫിയർ കിട്ടും കേട്ടോ ഈ ലൈബ്രറിയിൽ. ഞാൻ വന്ന് സീറ്റിലിരുന്നപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തു അസൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി. കുറേ നേരം ഇടയ്ക്ക് സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഒന്ന് കുടിച്ചാൽ മതി, ചൂടുള്ളത്. മതിരിക്കട്ടെ അങ്ങോട്ട്. അയ്യോ, ഇടയ്ക്ക് ഞങ്ങൾ ബ്രേക്ക് എടുത്തു. ഇവിടെ നമ്മുടെ കഫറ്റീരിയയിൽ വന്നിട്ട് ഞാനൊരു ബേക്ക്ഡ് പാസ്ത ആണ് പറഞ്ഞത്. പിന്നെ എൻ്റെ ഫ്രണ്ട് അവളൊരു കോഫി പറഞ്ഞു.
അങ്ങനെ ഞങ്ങൾ ക്യാൻറ്റീനിലിരുന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഇടയ്ക്ക് ഒരു ഇച്ചിരി ബ്രേക്ക് എടുത്ത്, അല്ലെങ്കിൽ പിന്നെ കണ്ടിന്യൂസ് ഇരുന്ന് ഭയങ്കര ബോറിംഗ് ആയിരിക്കും ലൈബ്രറിയിൽ. അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്നു, വീണ്ടും തിരിച്ചു വന്നു. അങ്ങനെ പെട്ടെന്ന് വർക്കെല്ലാം തീർത്തു, ലാപ്പൊക്കെ അടച്ചു. എന്നിട്ട് ഞാൻ പാക്ക് ചെയ്ത് തിരിച്ചു പോവുകയാണ് വീട്ടിലേക്ക്. അങ്ങനെ ഞാൻ ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങി ഇവിടെ പോസ്റ്റ്മാൻ പ്ലാറ്റ്സിൽ ഒരു ഇന്ത്യൻ ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ഫുഡൊക്കെ പാഴ്സലാക്കി. എന്നിട്ട് ഞാൻ ഊബാൻ കയറി വീട്ടിലേക്ക് പോയി. നമ്മൾ തിരിച്ചു വന്നു കേട്ടോ. ടക്കേന്ന് ഞാനൊരു ചിക്കൻ കറി തട്ടിക്കൂട്ടി സെറ്റാക്കുവാണ് കേട്ടോ. കൊച്ചിക്ക വരുന്നുണ്ട്. കൊച്ചിക്ക ഞാൻ പറഞ്ഞില്ലേ, സർപ്രൈസ് എൻ്റെ അനിയത്തി കൊച്ച് വരുന്നതാണ്. അപ്പോൾ നല്ല വിശന്നാണ് വരുന്നത്. അപ്പം ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ഒരു കുട്ടി ചിക്കൻ കറി സെറ്റാക്കിയാലോ. പുട്ടിൻ്റെ പൊടി ഇരിപ്പുണ്ട്, കൂടാതെ അവൾക്ക് ഞാൻ ഫുഡ് വേറെ മേടിച്ചിട്ടുണ്ട്. ഇനി അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പുട്ടും ചിക്കൻ കറിയും കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് ചിക്കൻ കറി സെറ്റാക്കി, ഇനി കൊച്ചും കൂടെ വന്നിട്ട് കാണിക്കാം. ചിക്കൻ കറി നമ്മളുടെ ഓൾമോസ്റ്റ് റെഡിയായി വരുന്നു. ഞാനിത് വരട്ടിയെടുക്കാൻ പോവാം. അവൾക്ക് നല്ല റോസ്റ്റായിട്ടുള്ള കുറുക്കിയാണ് ഇഷ്ടം, ഞാൻ ചാറൊന്നും ഇഷ്ടമല്ല. ഇനി എൻ്റെ സർപ്രൈസ് ഗിഫ്റ്റ് വന്നു ഗൈസ്. ജൂബിലി ഇവിടെ ആണോ? അങ്ങനെ വന്നു, എൻ്റെ ഗിഫ്റ്റ് വന്നു, സർപ്രൈസ് ഗിഫ്റ്റ് വന്നു. എന്നെ ഒരു കെട്ടിപ്പോലും പിടിക്കാതെ ഓടി പോവാ. ഇത് പോകുന്നില്ല, ഇവിടെ വന്നിട്ട് ഇനിയും പോത്തില്ലേ ഇനി തിരിച്ച്? വീടൊക്കെ ഉണ്ടോ? എനിക്ക് വീടുണ്ടോ? ശുണ്ടടി മോളാണോ? മോളാണോ? എൻ്റെ ശുണ്ടടിയാണോ? എൻ്റെ ഹൃദയമാണോ? കുളിച്ച് സുന്ദരിയായിട്ട് വന്ന് നിൽക്കുക. കണ്ണാടിയുടെ അടുത്തോട്ട് പോയി നിന്ന് നോക്കിക്കോ കുഞ്ഞുവാവാ. ബാ ആജാ മേരെ ലഡ്കാ. ചെയ്യാൻ പോവാ ഗൈസ്. എൻ്റെ കൊച്ചും ഞാനും ഉണങ്ങാൻ പോവാ. ഗുഡ് നൈറ്റ്. ബൈ.